Hi everyone, this is Abin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിലെ കൂടുതലും എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അതോടൊപ്പം അപ്ഡേറ്റ്സും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ക്യൂറിയറായ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. സോ എന്തായാലും ഇപ്പോൾ തന്നെ മറന്നു പോകാതെ രണ്ട് കാര്യം ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5 ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾക്കുള്ളിൽ റിലീസ് ചെയ്യും. സോ ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചധികം മാറ്റങ്ങളും എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലും കുറേയധികം നല്ല മാറ്റങ്ങളും വരുന്നുണ്ട്. ഇന്ത്യൻ യൂസേഴ്സിന് RCS ടെക്സ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്. സോ എന്തായാലും ആ ഒരു അപ്ഡേറ്റ് റിലീസ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും. ഇതേപോലെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് വരുന്ന ചേഞ്ചസ് എന്നറിയാനും നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ iOS 26.6 പുതിയ ബീറ്റയും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ വരുന്ന വീക്കിൽ തന്നെ റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂൺ 8 നമുക്ക് കാണാവുന്ന ഡബ് 26 എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. iOS 27 കുറേയധികം മാറ്റങ്ങളും അതോടൊപ്പം AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ AI ഇൻ്റലിജൻസ് വരുന്ന ഓൾറെഡി നമുക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ പുതിയ സിറി, അതായത് പുതിയ സിറിയുടെ 3rd മോഡൽ എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ന്യൂസിൽ തന്നെ പറഞ്ഞായിരുന്നു ഐഫോണിൻ്റെ ഡൈനാമിക് കാലൻഡർ ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു കാര്യങ്ങൾ നോക്കുമ്പോഴാണ് പുതിയ 2-3 റെഫറൻസ് ആയിട്ടുള്ള ന്യൂസുകൾ എനിക്ക് കറക്റ്റ് റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത്. ഒന്നാമത്തെ iPhone 18 Pro സീരീസിൽ ഡിസ്പ്ലേ കൊടുക്കാൻ പോകുന്നത് സാംസങ്ങും LG ആണ്. ഇത്ര നാൾ BOE എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് LTPO+ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ കാറ്റഗറിയിലാണ് ആപ്പിളിൻ്റെ 18 Pro സീരീസ് വരാൻ പോകുന്നത്. ഈ 18 Pro സീരീസിൽ ഡിസ്പ്ലേ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയും അതോടൊപ്പം ബാറ്ററി പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും കിട്ടും. ഈ പറഞ്ഞ ഡിസ്പ്ലേയും ബാറ്ററിയും എങ്ങനെയാണ് കോറിലേറ്റ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ കൂടുതൽ ഈ പറഞ്ഞ ബ്രൈറ്റ്നസ്സും അതോടൊപ്പം വിവിഡ് കളേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ബാറ്ററി കൺസ്യൂം ചെയ്യും. പക്ഷേ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്ത് ഡിസ്പ്ലേ ക്വാളിറ്റി അതേ സെയിം അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടെ മികച്ചതായിട്ടുള്ള ക്വാളിറ്റി ഡെലിവർ ചെയ്യുമ്പോഴും പവർ കൺസപ്ഷൻ അതിൽ കുറവായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ iPhone 18 Pro സീരീസിൽ ചെറിയ ഡൈനാമിക് കാലൻഡർ ആയിരിക്കുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ഒരു സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ഉള്ളിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെറിയ ഡൈനാമിക് കാലൻഡർ ആണ് എന്ന് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും കണക്ട് ആയത്. iOS 27 എങ്ങനെയാണ് ഡൈനാമിക് കാലൻഡറിലാണ് പുതിയ സിറി വരുന്നത്. 17-ലും 16-ലൊക്കെ എഡ്ജ് ഗ്ലോയിങ് വന്നപ്പോൾ 18 സീരീസിലേക്ക് വരുമ്പോൾ 18 Pro സീരീസിലേക്ക് വരുമ്പോൾ ഈ ഡൈനാമിക് കാലൻഡർ വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ചെറിയ ഡൈനാമിക് കാലൻഡറും റിയൽ എസ്റ്റേറ്റ് കൂടുതലുമാണ്. ഈ ഒരു ഡിവൈസിനുള്ളിൽ പൊക്കത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സെല്ലുലർ ഡാറ്റ, റേഞ്ച്, അതോടൊപ്പം വൈഫൈ, ഇത് നമ്മുടെ സൈഡിൽ നെറ്റ്വർക്കിൻ്റെ പേര്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ ഡൈനാമിക് കാലൻഡർ വലുതാണെങ്കിൽ ആ ഡൈനാമിക് കാലൻഡറിനുള്ളിൽ കുറേ കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. ആ ഒരു റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് iPhone 18 Pro സീരീസിലെ ചെറിയ ഡൈനാമിക് കാലൻഡർ വരുമ്പോൾ ആ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ വരുന്നത്. നമുക്കറിയാം ഡൈനാമിക് കാലൻഡർ സിറി വരുന്നത് മാത്രമല്ലാതെ ബാക്കി മൾട്ടിപ്പിൾ ആക്ഷൻസും കൂടെ വന്നാലാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും iPhone 17 സീരീസ് അല്ലെങ്കിൽ 18 സീരീസിൽ ചെറിയ ഡൈനാമിക് കാലൻഡറും iOS 27 സിറി അല്ലെങ്കിൽ പുതിയ കാണാൻ പോകുന്ന അപ്കമിങ് സിറി ഡൈനാമിക് കാലൻഡർ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ iOS 27 അപ്കമിങ് iPhone 18 Proൻ്റെ ലീക്സ് ആണ്. പക്ഷേ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് ആപ്പിളിലെ അടുത്തൊരു വരാൻ പോകുന്ന മേജർ പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് എയർപോഡ്സിൻ്റെ ഒരു പ്രോ സീരീസാണ്. എയർപോഡ്സ് പ്രോയിൻ്റെ പുതിയ എയർപോഡ്സ് ക്യാമറ വെച്ചായിരിക്കും വരാൻ പോകുന്നത്. ഈ ക്യാമറ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കറക്റ്റ് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക എന്നീ കോൺസെപ്റ്റിലല്ല വരുന്നത്. ലോ റെസൊല്യൂഷൻ ക്വാളിറ്റിയിൽ ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് ആക്സസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ പറഞ്ഞ ലോ റെസൊല്യൂഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൈ ക്വാളിറ്റി ഇമേജസ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഒന്ന് പ്രിവസി എന്ന് പറയുന്നത്, രണ്ടാമത് ഈ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണം. എങ്ങനെ? ഇപ്പോൾ
കണ്ണ് കാണാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് ചെവി കേൾക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഇയർപോഡ്സ് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ സൈഡിൽ എന്തൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെന്ന് ചെറിയ ലോ ക്വാളിറ്റി ഡാറ്റ ട്രാൻസ്മിഷനെ കൂടെ തന്നെ ഡിവൈസ് മനസ്സിലാക്കുകയും അത് ഐഫോണും ഇയർപോഡ്സും ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം കൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റിക്കഴിഞ്ഞാൽ അത് മതി ഡാറ്റ ആയിട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിവൈസ് പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എയർപോഡ്സ് ഈ ഒരു ഡിവൈസ് വരികയാണെങ്കിൽ വിഷൻ പ്രോ എന്നീ പറഞ്ഞ ഡിവൈസുകൾ പോലെ തന്നെ പ്രിവസി ഇൻഡിക്കേഷൻ വരും. നമ്മുടെ എയർപോഡ്സിലൊക്കെ ചെറിയ ലൈറ്റ് വരും. എങ്ങനെ? ഈ പറഞ്ഞ കാര്യം നമ്മുടെ ക്യാമറ ഓൾറെഡി യൂസ് ആണ്, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ ക്യാമറ ആക്സസ് ചെയ്യുന്ന ഡാറ്റ എന്നീ പറഞ്ഞ കാര്യങ്ങൾ പ്രിവസി കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. സോ ഇതൊക്കെ ഒരു അണ്ടർലൈൻ ബോട്ടമാണ് നമ്മുടെ പുതിയ ഹാർഡ്വെയർ വരാൻ പോകുന്നതിൽ. ഇതേപോലെ വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതേപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാവരും അടിപൊളിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. ഇതേപോലെ ഏറ്റവും പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Ebin Xavier signing from Evika.